ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പായസമാണ്. നമ്മൾ ഓണക്കാലത്ത് പലതരത്തിലുള്ള പായസങ്ങൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ക്യാരറ്റും കസ്റ്റർഡും ചേർത്തിട്ടുള്ള ക്യാരറ്റ് കസ്റ്റർഡ് പായസമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും വളരെ ഈസിയാണ്. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാരറ്റ് കസ്റ്റർഡ് പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പായസം തയ്യാറാക്കാനായിട്ട് ഒരു കടായി വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം തിളച്ച് വരുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക. ക്യാരറ്റ് അരിഞ്ഞ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഈ ക്യാരറ്റ് ഈ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഈ പാലിൻ്റെ അതിൽ കിടന്ന് ഈ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരണം. അതുവരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ പാലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പായസത്തിലേക്ക് നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം മാത്രമാണ്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, കണ്ടൻസ് മിൽക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ അകത്തിലേക്ക് യോജിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മധുരം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ് മിൽക്കിൽ അത്യാവശ്യം നന്നായിട്ട് മധുരമുണ്ട്. അപ്പം ഈ ഒരു മധുരം കറക്റ്റായിരിക്കും ഈ ഒരു പായസത്തിന്. അപ്പോൾ കണ്ടൻസ് മിൽക്കൊക്കെ നന്നായിട്ട് ഈ ഒരു പാലിൻ്റെ അകത്തിലേക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റർഡ് പൗഡറാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി, ഇതിനകത്ത് കട്ടയൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി നന്നായിട്ട് ഈ പാലിൻ്റെ അകത്തേക്ക് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കസ്റ്റർഡ് മിക്സ് റെഡിയായി. ഇനി ഇത് നമുക്ക് പാലിൻ്റെ അകത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലിലേക്ക് ഒഴിച്ച് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ കുറുകി വരും. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പം ഈ ഒരു കസ്റ്റർഡ് മിക്സ് ഒഴിച്ച് തിക്കായി കഴിയുമ്പോൾ ഒത്തിരി നേരം നമുക്ക് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഒത്തിരി അങ്ങ് കുറുകിപ്പോവും. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അതിലേക്ക് ഏതെങ്കിലും ചോപ്പ് ചെയ്ത നട്ട്സ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കസ്റ്റർഡ് പായസം റെഡിയായി. ഈ ഓണത്തിന് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള പായസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാം. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്